രാജ്യത്തെ ദേശീയ മാധ്യമങ്ങളിൽ മുക്കാലും ഗോദി മീഡിയയാണ് എന്ന വിമർശനം പലപ്പോഴായി ഉയർന്നിട്ടുണ്ട്. നരേന്ദ്രമോദിക്കും BJP ഭരണകൂടത്തിനും അനുകൂലമായ വാർത്തകൾ എഴുതിപ്പിടിപ്പിക്കുകയും അവർക്ക് വേണ്ടി സെറ്റ് ചെയ്ത വാർത്തകൾ രാജ്യത്ത് സംപ്രേഷണം ചെയ്യുകയുമാണ് ഈ ഗോദി മീഡിയക്കാർ ചെയ്യുന്നത് എന്ന് പ്രതിപക്ഷമടക്കം പലപ്പോഴും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാജ്യതലസ്ഥാനത്ത് ഒരു പ്രതിഷേധം, വിദ്യാർത്ഥികളുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം നടക്കുമ്പോൾ ആ പോരാട്ടത്തെ രാജ്യവിരുദ്ധ പോരാട്ടമായി ചിത്രീകരിക്കാൻ ഈ ഗോദി മീഡിയക്കാർ ശ്രമിച്ചു. അതിന് രാജ്യതലസ്ഥാനത്ത് അവർക്ക് കൃത്യമായ മറുപടി വിദ്യാർത്ഥികളിൽ നിന്ന് കിട്ടിയിരിക്കുന്നു. ഏകപക്ഷീയമായ വാർത്താ നിർമ്മിതികൾക്കും ഭരണകൂട പ്രൊപ്പഗണ്ടകൾക്കും തെരുവിൽ മറുപടി നൽകി ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി സമരക്കാർ. പ്രതിഷേധങ്ങൾക്കിടെ പ്രമുഖ ദേശീയ മാധ്യമങ്ങളിലെ റിപ്പോർട്ടർമാർക്ക് നേരെ ഉയർന്നത് മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പുകൾ തിരിച്ചറിഞ്ഞ ജനങ്ങളുടെ സ്വാഭാവികമായ രോഷമാണ്. ഗോദി മീഡിയ എന്ന് മുദ്രകുത്തപ്പെട്ട ചാനലുകൾ തങ്ങളുടെ സമരങ്ങളെയും ആവശ്യങ്ങളെയും എങ്ങനെയാണ് വളച്ചൊടിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ജനക്കൂട്ടം ഇത്തരം മാധ്യമങ്ങളെ തങ്ങളുടെ ഇടയിൽ നിന്ന് ചോദ്യം ചെയ്ത് പുറത്താക്കുന്ന കാഴ്ചയാണ് ജന്തർ മന്ദറിൽ കണ്ടത്. ഇത്തരം മീഡിയകൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് വിദ്യാർത്ഥികൾ നടത്തിയത്. ഭരണഘടനയ്ക്ക് നേരെയുള്ള കടന്നുകയറ്റമായി സമരക്കാർ ഈ അറസ്റ്റിനെ, സോനം വാങ്ചുക്കിന്റെ അറസ്റ്റിനെ കണ്ടപ്പോൾ പോലീസിനെ ന്യായീകരിക്കാൻ ശ്രമിച്ച മാധ്യമ രീതിയെ ജനങ്ങൾ കയ്യോടെ പിടികൂടുകയായിരുന്നു. മാനേജ്മെന്റ് മാറിയതോടെ NDTV സ്വീകരിച്ച ഭരണകൂട അനുകൂല നയങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ ജനങ്ങൾ റിപ്പോർട്ടറെ ദല്ലാൽ മീഡിയ എന്നും ഗോദി മീഡിയ എന്നും വിളിച്ച് പ്രതിഷേധിച്ചു. അതുപോലെ ABP ന്യൂസ് റിപ്പോർട്ടർ വരുൺ ബാസിനെ കണ്ടയുടൻ സമരക്കാർ ചോദിച്ചത് കൃത്യമായ രാഷ്ട്രീയമുള്ള ചോദ്യങ്ങളായിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ഭാഗം വാർത്തയാക്കാത്തത്? ഇപ്പോൾ എന്തിനാണ് നിങ്ങൾ വന്നത്? സമയം ഒരുപാട് വൈകിപ്പോയി എന്നായിരുന്നു പ്രതിഷേധക്കാരുടെ പ്രതികരണം. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല ജന്തർ മന്ദറിൽ കണ്ട ഈ മാധ്യമ വിരുദ്ധ വികാരം. വർഷങ്ങളായി ഡൽഹിയിലെ AC സ്റ്റുഡിയോകളിൽ ഇരുന്ന മാധ്യമ മേധാവികളും അവതാരകരും നെയ്തെടുക്കുന്ന വ്യാജ നരേറ്റീവുകൾക്കും വിദ്വേഷ പ്രചാരണങ്ങൾക്കും ലഭിച്ച വലിയൊരു തിരിച്ചടിയാണ് ജന്തർ മന്ദറിലെ തെരുവിലുണ്ടായത്. ഗോദി മീഡിയക്കാരെ യുവജനങ്ങൾ ഓടിക്കുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത്.